ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ബുച്ചി ബ്ലോഗ്. രാവിലെ തന്നെ നല്ല മഴ. ഞാനും പൂച്ച ഇങ്ങനെ ഇരുന്ന് മഴ ആസ്വദിച്ചിരിക്കുമ്പോൾ ചായക്ക് കടിയൊന്നും ആക്കിയിട്ടില്ല. അങ്ങനെ സാമ്പാറും ഇഡ്ഡലിയും ആക്കാമെന്ന് വിചാരിച്ച് സാമ്പാർ പച്ചക്കറികളെല്ലാം മുറിച്ചിട്ട് വേഗം ചെറിയ മട്ടത്തിൽ ചെറുങ്ങനെ രീതിയിൽ സാമ്പാറാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ഞാൻ സാമ്പാറാക്കാൻ നോക്കുമ്പോഴത്തേക്കിന് ടൈം 8 മണിയായിന്. ഇഡ്ഡലി ആക്കുന്ന സാമ്പാറാക്കണം. അങ്ങനെ വേഗം എളുപ്പപ്പണിയെടുത്ത് വേഗം സാമ്പാറാക്കി. സാമ്പാർ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. കല്യാണ വീട്ടിലെല്ലാം പോയാൽ നല്ല അടിപൊളി സാമ്പാറായിരിക്കും. അതുപോലെയൊന്നും അറിയില്ല. എനിക്കറിയാവുന്നത് പോലെ ഞാൻ അങ്ങനെ ചെറിയ മട്ടത്തിൽ ഉണ്ടാക്കി. ഞാനും ഉമ്മയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സാമ്പാർ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ചെറിയ ആൾ സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചില ഹോട്ടലിലെല്ലാം പോയാൽ നല്ല അടിപൊളി സാമ്പാറായിരിക്കും. എങ്ങനെ നോക്കിയാലും നമുക്ക് ആവില്ല, ആ ടേസ്റ്റ് കിട്ടില്ല. എന്താണെന്നറിയില്ല, അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറായിരിക്കും. എൻ്റെ സാമ്പാർ പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമാണ്. ഉമ്മ പറയും ഇപ്പോൾ സാമ്പാറാക്കിക്കൂടെ, അങ്ങനെയാണ് ഞാൻ സാമ്പാറാക്കാൻ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് ആക്കുകയില്ല. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ദോശക്ക് ഇഡ്ഡലിക്ക് അങ്ങനെ സാമ്പാറാക്കും. രാവിലെ തന്നെ ആക്കിയാൽ പിന്നെ ഉച്ചക്ക് ചോറ്റിനും കൂടി എടുക്കാമല്ലോ. എനിക്കും ഉമ്മക്കും കൂടി മട്ടന്നൂർ പോകാനുണ്ട്. അപ്പോൾ രാവിലത്തെ ചായൻ്റെ കടി വേഗം ആക്കിയാൽ ഉച്ചക്കത്തെ ചോറ്റിന് സാമ്പാർ എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ സാമ്പാറാക്കിയത്. സാമ്പാറിന് ചില ആൾ തേങ്ങ വറക്കുകയൊന്നും ചെയ്യില്ല. തേങ്ങ ഇല്ലാണ്ട് പൊടികൾ മാത്രം ഇട്ടിട്ട് സാമ്പാറാക്കും. ഞാൻ കുറച്ച് തേങ്ങ അതിൽ ചേർക്കും. തേങ്ങ വറുത്തിട്ട്, ഞങ്ങൾക്ക് തേങ്ങ ചേർത്ത് സാമ്പാർ ഇഷ്ടമുള്ളൂ. തേങ്ങ നല്ലോണം വറുത്ത് അതിൽ ജീരകവും പെരുംജീരകം, കറിവേപ്പില അങ്ങനെ വറുത്ത തേങ്ങ സാമ്പാറിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ ഉണ്ടാക്കും. സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പൊടി മാത്രം ചേർത്തിട്ട് സാമ്പാറാക്കില്ല, തേങ്ങ വറുത്തിട്ടേ സാമ്പാറാക്കുള്ളൂ. തേങ്ങ അതിൽ ചേർക്കും. ഇഡ്ഡലി പിന്നെ നല്ല ടേസ്റ്റിൽ നല്ല പൊന്തിയിട്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലി എനിക്ക് ശരിയാവും. നല്ലോണം ഉണ്ടാക്കാൻ അറിയാം. ഇഡ്ഡലി നല്ല ഇതുവരെ ഇഡ്ഡലി വെടുക്കായിട്ടില്ല. നല്ല വൃത്തിക്ക് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും. തലേന്ന് വൈകുന്നേരം അരച്ച് വെച്ച് പച്ചരി ഉഴുന്ന് വറ്റി ഇത് മൂന്നും അരച്ച് വെച്ച് നല്ല വേഗം പൊളിച്ച് നല്ല ഇഡ്ഡലി ആയിരിക്കും. നല്ല സോഫ്റ്റായ പൂ പോലത്തെ ഇഡ്ഡലി ആയിരിക്കും. അങ്ങനെ ഞാൻ ഉമ്മയും എല്ലാം ചായ കുടിച്ച് ഇഡ്ഡലിയും സാമ്പാറും കൂട്ടി ചായ കുടിച്ച്. ഉപ്പാക്ക് ചമ്മന്തി വേണേ, അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിന്. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിച്ച്. എൻ്റെ വീട് ചാവശ്ശേരി എന്ന് പറയും. ചാവശ്ശേരി കുറുങ്കുളം എന്ന് പറയും. കുറുങ്കുളത്ത് നമ്മൾ കുറച്ചാളേ ഉള്ളൂ, കുറച്ച് വീടേ ഉള്ളൂ. അപ്പോൾ കുറുങ്കുളത്തുള്ള ആൾക്കാർ മൊത്തമായിട്ട് നല്ല സ്നേഹത്തിലാണ്, ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല സന്തോഷത്തിൽ കഴിയുന്നു. നമ്മൾ മട്ടന്നൂരാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലല്ല, വേറെ ആവശ്യത്തിനാണ് ഞാൻ മട്ടന്നൂർ പോകുന്നത്. പൂച്ചകൾക്ക് പെയ്റ്റ് കൊടുത്ത് അവർ പെയ്റ്റ് തിന്നില്ല, വേറെ എടുത്ത് അത് അവർ നിലത്തിട്ടിട്ട് കഴിക്കും.